ഇനി നമ്മൾ കൊല്ലത്തേക്കാണ്. ഏഴുകോണിൽ ഹെൽമറ്റ് ധരിക്കാത്തതിൽ യുവാവിന് പോലീസ് മർദ്ദനം. ഏഴുകോൺ SI ചന്ദ്രകുമാറാണ് ബൈക്കിലെത്തിയ യുവാവിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ ദേവനാരായണൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷമീർ അബ്ദുൾ ഒരു ഹെൽമെറ്റ് ഇല്ലാത്തതിന് സിനിമ സ്റ്റൈൽ ചേസും ചെയ്ത് തടഞ്ഞു നിർത്തി അടിക്കേണ്ട ആവശ്യം എന്തിനാണ്? ഹെൽമെറ്റ് അല്ലേ ഇല്ലാത്തത്? അല്ലാതെ ഗുണ്ടായുസം കാണിക്കുകയോ അല്ലെങ്കിൽ പെണ്ണ് പിടിക്കാൻ പോയിട്ട് വന്നതാ അങ്ങനത്തെ ഒന്നും അല്ലല്ലേ, ഡ്രഗ്സ് ഇറത്തിയൊന്നും ചെയ്തല്ലേ. അല്ലെങ്കിൽ കേരളത്തിലുള്ള ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ പോകണതാണ്. സത്യം, ഭയങ്കര വലിയ കുറ്റമാണ്. അല്ലാണ്ട് ഗുണ്ടായുസം കാണിക്കുന്നതൊന്നും വലിയ കുറ്റവും. പീഡിപ്പിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു 5 പേരെ പീഡിപ്പിച്ചോ, കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു 5 പേരെ കൊന്നോ, അതും കുഴപ്പമില്ല. പക്ഷേ ഹെൽമെറ്റ് വെക്കാതെ വെളിയിറങ്ങരുത്, അത് വിഷയമാണ്. ഇപ്പോൾ പുതിയൊരു ഇതുണ്ടല്ലോ, ഈ ഫോൺ കൂടെ വന്നതിന് ശേഷം പിന്നെ ജീപ്പിൽ കയറും, 4 ഫോൺ വെളിയിട്ട് അങ്ങ് ഇരിക്കും. ഫോണായി മരുന്ന ഒരു വീഡിയോ എടുത്ത് വെക്കും. അതിനകത്ത് ആരൊക്കെ ഉണ്ടോ അവന്മാർക്ക് അത്രയും പെറ്റി അടിച്ചു കൊടുക്കും. അങ്ങനെ പെറ്റി അടിച്ചുകൂടെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് സൈറ്റിൽ കയറി ഇതിങ്ങനെ പെറ്റി എനിക്ക് തന്നെ വന്നപ്പോൾ ഞാൻ കയറി നോക്കിയതാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ക്യാമറ പോലുള്ള സാധനങ്ങൾ മാത്രമേ പെറ്റി അടിക്കാവുള്ളൂ. അല്ലാണ്ട് ഈ മൊബൈൽ ഫോണിൽ നിന്ന് അടിച്ച് പെറ്റി അടിച്ച് കൊടുത്തുകൂടാ. പക്ഷെ നമ്മളിപ്പോൾ ഇതിനെതിരെ വരെ കേസും വല്ല ഫയൽ ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസരം നമ്മളെ ജീവിതം ഇവന്മാരെ തുലയ്ക്കും. കാരണം അങ്ങനെയല്ലേ ഇവന്മാരെ കൊണ്ട് പറ്റൂ. ഈ സാധാരണക്കാരെ മെക്കിട്ട് കയറാനും സാധാരണക്കാരെ ഇടിച്ച് കൊല്ലാനൊക്കെ അല്ലേ ഇവരെ കൊണ്ട് പറ്റൂ. അല്ലാണ്ട് ഏതെങ്കിലും ഗുണ്ടകളെ പിടിച്ചുമാർ ഈ കഴിവുത്തരം കാണിക്കൂ? ഇല്ല, തിരിച്ച് കിട്ടും, നല്ലത് കിട്ടും. ഇതൊക്കെ തന്നെ നാളെ ഇനി കണക്ക് എത്ര പേരാവും. ഞാൻ ഈയിടയ്ക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പാവപ്പെട്ടവനാ ഒരു പ്രവർത്തകൻ കയറി വഴിയെ പോണവരെ ഈ പോലീസുകാർ ചുമ്മാ എന്ന് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞ് ചോദിച്ചതിന് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് മാറിയും തിരിഞ്ഞും എടുത്തിട്ട് ഇടിച്ച് കൊന്നെന്ന് തോന്നുന്നവനെ. ഇതാണ് ഇവരെ കൊണ്ട് പറ്റുന്നത്, മനസ്സിലായില്ലേ? വന്ന് വെറും അപരാധമായിട്ട് വരെയാണ് ഇവന്മാരൊക്കെ. കണ്ട് കാര്യമില്ല. എന്തൊരു പോക്കാണ് അത് പോണ. തിരിച്ച് നാട്ടുകാരെല്ലാം കൂടെ കയറി നിരങ്ങണം, അപ്പം ശരിയാവും.